അത്രയും ഏരിയ ആ വെഞ്ചർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സമയത്ത് നനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കാണ്ട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ഇവിടെ ഇത്. ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് കൃഷിക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് കൃഷി എങ്ങനെ നമുക്ക് ലാഭകരമാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയ രീതി തന്നെയാണ് നല്ലത്. പഴയ രീതി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ പോകുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് ഓക്കെ ആയിരുന്നു. ഇന്ന് എന്താണ് സമയ കുറവ്, പിന്നെ ലേബർ കൂലി അത് കൂടുതൽ, പിന്നെ ഭൂമിന്റെ അപര്യാപ്തത, അതായത് കൃഷി ചെയ്യാനുള്ള ഭൂമി വേണ്ടത്ര നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്ര മിനിമം ഏരിയയിൽ മാക്സിമം പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ലക്ഷ്യം ആയി വെക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷിഭവനിൽ പോയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഷെഡ്യൂൾ കിട്ടും. ആ ഒരു ഷെഡ്യൂൾ പ്രകാരം മാത്രം ഫോളോ ചെയ്ത് പോയാൽ പിന്നെ നമുക്കതിലൊരു വിഷയം അതിൽ വരാനില്ല. 2 വാൽവ് കാണുന്നുണ്ട്. ഇത് യെല്ലോ ആണ്, ഇത് വന്നിട്ട് ബ്ലൂ ആണ്. എന്താണ് ഇതിൻ്റെ ഒരു സുഹൃത്തുക്കളെ? ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം പള്ളിക്കലാണ്. ഇവിടെ വന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ പച്ചക്കറി കൃഷിയിലാണ് നമ്മൾ മൾച്ചിങ് ഷീറ്റ് കൃഷികളൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പുതിയ പുതിയ ഐഡിയകളൊക്കെ നമ്മളെ കർഷകർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ വാഴയല്ല, ഗ്രാൻഡ് വാഴയാണ്. അപ്പോൾ ഈ കൃഷി മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ളത് മലപ്പുറം പള്ളിക്കൽ തന്നെ ഒരു പ്രവാസി കൂടെയായ ജാഫർക്കയാണ്. അപ്പോൾ ജാഫർക്കയുടെ കൃഷിത്തോട്ടമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജാഫർക്ക നമസ്കാരം. നമസ്കാരം. അപ്പോൾ ജാഫർക്ക, നിങ്ങൾ എത്ര വർഷമായിരുന്നു പ്രവാസം? ഏകദേശം ഒരു 5 വർഷമേ പ്രവാസമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലായിട്ട് ഇവിടെ എന്താണ് കേരളത്തിൻ്റെ പുറത്തായിട്ടും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പോൾ പ്രവാസിയാണ്, നാട്ടിൽ വന്നപ്പോൾ കൃഷി തുടങ്ങി? അങ്ങനെയല്ല, നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫാദർ കർഷകനാണ്. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് വെറുതെ നിൽക്കുന്ന പരിപാടി നമുക്കില്ല. അപ്പം എന്തെങ്കിലും കൃഷി ചെയ്തുകൊണ്ട് ആ കൃഷി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ കൃഷിൻ്റെ ആ ട്രെൻഡുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കലുണ്ട്. യൂട്യൂബ് നമുക്ക് സഹായിക്കലുണ്ട്, പിന്നെ അറിയുന്നവരോട് ചോദിക്കലുണ്ട്. പിന്നെ നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാനും ചെറുതാണെങ്കിൽ ചെറുപൊടി ഞങ്ങൾ അപ്ലൈ ചെയ്യാനും ശ്രമിക്കലുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ ഗ്രാൻഡ് നൈൻ വാഴ വയ്ക്കാനുള്ള ഒരു കാരണം എന്താണ്? ഗ്രാൻഡ് നൈൻ നമ്മൾ വിദേശത്തായ സമയത്ത് അവിടെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഈ റോബസ്റ്റ് പച്ച കളറുള്ള സാധനം കാണലില്ല. അവിടെ ഈ ഗോൾഡൻ യെല്ലോ കളറിലൊക്കെ വരുന്ന പഴയാണ് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ സ്റ്റഡി ചെയ്യും. എൻ്റെ അനിയനും ഞങ്ങളെ കൂടെ ഉണ്ട്, അവിടെ തന്നെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും, അവിടെ മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ നാട്ടിൽ വരാമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് അങ്ങനെ ഈ ഗ്രാൻഡ് നൈൻ ചെയ്യുക, എങ്ങനെ ഒരു കൃഷി തുടങ്ങുമ്പോൾ അതൊരു ഗ്രാൻഡ് നൈൻ ആക്കാനുള്ളൊരു തീരുമാനം ആക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ചേട്ടാ, നിങ്ങളിവിടെ എത്ര വാഴ വെച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെയും ഇതിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്ത് 900 വാഴയാണ് വെച്ചിട്ടുള്ളത്. 900 വാഴ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വാഴയിൽ ഈ മൾച്ചിങ് ഷീറ്റ് കൃഷി തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? മൾച്ചിങ് ഷീറ്റ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ കള വരുന്ന ഒരു വിഷയം. ഈ കള ഒഴിവാക്കൽ വലിയൊരു ചിലവാണ്. അതുപോലെ തന്നെ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിന് ക്ഷാമമില്ലെങ്കിലും സമീപത്തൊക്കെ നല്ല ക്ഷാമമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ എന്തായാലും ലാവിഷായിട്ട് വെള്ളം ഉപയോഗിക്കാൻ നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം അത് വരുന്നുണ്ട്. അപ്പോൾ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രിപ്പ് ആവുന്നതുകൊണ്ട് നമുക്കൊരു മിനിമം വെള്ളത്തിൽ ജലനഷ്ടം കൂടാത്ത രീതിയിൽ നമുക്കത് കൃഷി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വാഴയിൽ മൾച്ചിങ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മൾച്ചിങ് ഷീറ്റ് ചെയ്യുമ്പോൾ ഭൂമി കിള വരേണ്ടത് നന്നായിട്ട് ഭൂമി ഇളക്കണം, മണ്ണിളക്കിയിട്ട് ഡ്രിപ്പ്, അതായത് വെള്ളം പൈപ്പ് മുഖാന്തരമുള്ള ജലസേചനത്തിനുള്ള സംവിധാനങ്ങൾ ആദ്യമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെങ്കിൽ അതിന് ശേഷം മാത്രമേ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് മൾച്ചിങ് ഷീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രിപ്പ് സിസ്റ്റം പോലുള്ള സിസ്റ്റം നമ്മൾ ഇതിൽ കൂടെ ചെയ്യണം. അതുപോലെ അടിവളമായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ചാണകപ്പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനായിട്ട് ഫസ്റ്റത്തെ ഇതിന് തന്നെ നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളത് ചെയ്യണം. അത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇടുന്നതിന് കുറച്ച് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോൾ എൻ്റെ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾച്ചിങ് ഷീറ്റ് പച്ചക്കറിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ലാൻഡ് കറക്റ്റ് ആയില്ലോ അല്ലേ? ഭൂമി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാഴ കുഴിയെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ജൈവവളം ഇട്ടിരിക്കണം അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ടുള്ളത്. ഓക്കെ.
അപ്പോൾ ജൈവവളം ചെയ്തു. അപ്പോൾ കുമ്മായമൊക്കെ ചേർത്തിട്ടുണ്ടാവും? നമ്മുടെ കുമ്മായല്ല, ഞങ്ങൾ പച്ചക്കക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുമ്മായം ഉപയോഗിക്കുമ്പം ഒരു 2 മാസം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് തീരുന്നുണ്ട്. പിന്നെ പച്ചക്കക്ക ആകുമ്പോൾ ഏകദേശം 1 വർഷത്തോളം അത് എന്താണ് ആവശ്യത്തിനുള്ളത് മാത്രം അത് എന്താണ് ന്യൂട്രലൈസ് ചെയ്ത് ബാക്കി അത് പച്ചക്കക്കായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഈ pH കൂടുതൽ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പച്ചക്കക്ക ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇതാകുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് pH മീറ്റർ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുമ്മായ ഉപയോഗിക്കുമ്പം ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴേക്കും pH വാല്യൂവിൽ വല്ലാതെ വേരി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പച്ചക്കക്ക ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം വേരിയേഷന് വരുന്നില്ല. നിങ്ങൾ കറക്റ്റ് 2 എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടാണ് വാഴ വെക്കേണ്ടതല്ലേ? മൾച്ചിങ് ഷീറ്റ് വിരിച്ചതിന് ശേഷം അവരതിലൊക്കെ മെഷർമെൻറ്റ് എടുത്തിട്ട് അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും. അത് ഹോൾ എന്ന് പറഞ്ഞാൽ PVC 4 ഇഞ്ചിൻ്റെ PVCയിൽ ഒരു സോഷ് ബ്ലേഡ്, അതായത് ഷാർപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് കുത്തുകയാണ് ചെയ്യുന്നത്. കുത്തിയിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു കുഴി മാനുവലി ആയിട്ട് കുഴി എടുത്തിട്ട് അതിൽ ടിഷ്യൂ കൾച്ചർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്, ആ കുഴി എടുക്കേണ്ടത് ഒരു 4 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പില്ലേ? 4 ഇഞ്ച് വ്യാസമുള്ളത് എടുക്കാം, 6 ഇഞ്ച് വ്യാസമുള്ളത് എടുക്കാം, വിഷയമില്ല. നിങ്ങളിപ്പോൾ എടുത്തത് 4 ഇഞ്ച് വ്യാസമുള്ളതാണ്. ഓക്കെ, 4 ഇഞ്ച് വ്യാസമുള്ള എടുത്ത് നമ്മൾ അതായത് ഈ ഷീറ്റിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കന്ന് ടിഷ്യൂ കൾച്ചർ വാഴ കന്ന് വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഗ്രാനൈൻ നിങ്ങൾ ഫുള്ള് ടിഷ്യൂ കൾച്ചർ തന്നെയാണ് വെച്ചത്? അല്ല, എല്ലാം ടിഷ്യൂ കൾച്ചറാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ടുള്ള വളമൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? ടിഷ്യൂ കൾച്ചർ ആദ്യം അടിവളം നേരത്തെ പറഞ്ഞു, അടിവളം ഇടുന്നതിലെല്ലാം ആദ്യം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ 1 മാസം ആവുമ്പോൾ വാഴ വെച്ചിട്ട് 1 മാസം ആവുമ്പോൾ പിന്നെ അതിനൊരു റേഷ്യോ വരുന്നുണ്ട്. അത് പൊട്ടാഷ് കുറഞ്ഞ അളവാണ് വരുന്നത്, യൂറിയ ഉണ്ട്, റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ മാഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം കൂടിയാണുള്ള ഒരു മിക്സിംഗ് ആയിട്ടാണ് ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. ഓക്കെ, അത് 1-ാമത്തെ മാസം. അത് 2-ാമത്തെ മാസം അത് തന്നെ വരുന്നുണ്ട്, റോക്ക് ഫോസ്ഫേറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. പിന്നെ 3, 4, 5 എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാഷ് ആൻഡ് യൂറിയ ആണ് വരുന്നുള്ളത്. അതെ, അങ്ങനെ അതെ, ഒരു ഷെഡ്യൂൾ ഉണ്ട് പ്രകാരം ഇത് വരുന്നത്. അത് പബ്ലിക് എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ തന്നെയാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ഇതിന് കൂടെ ചെയ്തിട്ടുള്ളത്? പിന്നെ അതിന് അയർ ഉപയോഗിച്ചിട്ടുണ്ട്. അയർ എവിടെ നിന്നാണ്? അയർ ഇവിടെ വിപണിയിൽ നിന്ന്, അത് VFPCKൻ്റെ. ഞാനതിൽ ഇപ്പം ഒരു 2 മാസം മുമ്പ് ഞാനതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരായിട്ട് കോൺടാക്റ്റ് ആയത്. പിന്നെ അങ്ങനെ അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ അയർ കിട്ടുന്നുണ്ടല്ലേ? അയർ എങ്ങനെ സബ്സിഡിയിൽ കിട്ടുന്നുണ്ടോ? സബ്സിഡി 60 രൂപ കിലോക്കാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് പ്രകാരം ഒരു 100 ഗ്രാം ഒരു വാഴയ്ക്ക് 2 മാസം 4 മാസം ആവും തോന്നുന്നുണ്ട് അതിൻ്റെ ഷെഡ്യൂൾ പ്രകാരമുള്ളത്. അപ്പോൾ അത് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നാടൻ രീതിയിൽ നിന്ന് മാറി കറക്റ്റായിട്ട് ആ ഒരു ശാസ്ത്രീയ രീതിയിലുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടുള്ള വളമാണ് നിങ്ങളിവിടെ കൊടുക്കണമല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ വളം ചെയ്തപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയൊരു, കാരണം നിങ്ങളൊരു കൃഷി ഫാമിലി ആണല്ലോ, അപ്പോൾ ഈ ഒരു ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതാണോ നല്ലത്, ആ പഴയ രീതിയാണോ നല്ലത്, ഏതല്ലേ? തീർച്ചയായിട്ടും ഈ പുതിയ രീതി തന്നെയാണ് നല്ലത്. പഴയ രീതി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ പോകുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് ഓക്കെ ആയിരുന്നു. ഇന്ന് എന്താണ് സമയം കുറവ്, പിന്നെ ലേബർ കൂലി അത് കൂടുതൽ, പിന്നെ ഭൂമിൻ്റെ അപര്യാപ്തത, അതായത് കൃഷി ചെയ്യാനുള്ള ഭൂമി വേണ്ടത്ര നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്ര മിനിമം ഏരിയയിൽ മാക്സിമം പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ലക്ഷ്യം വെക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്, നമ്മൾ അനാവശ്യമായിട്ടുള്ള വളം ഉപയോഗിക്കുന്നില്ലല്ലേ? ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് അത് റെക്കമെൻഡേഷൻ പ്രകാരമുള്ളത്. നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷിഭവനിൽ പോയാൽ തന്നെ നമുക്ക് അതിനൊരു ഷെഡ്യൂൾ കിട്ടും. ആ ഒരു ഷെഡ്യൂൾ പ്രകാരം മാത്രം ഫോളോ ചെയ്ത് പോയാൽ പിന്നെ നമുക്കതിലൊരു വിഷയം അതിൽ വരാനില്ല. പിന്നെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ PH എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക്, എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഇടയ്ക്ക് ഒരു കൃഷിഭവനിലേക്ക് ഒരു മണ്ണെടുത്ത് പോവും. മണ്ണെടുത്ത് പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോഴൊക്കെ നമ്മളെ കൃഷിയെല്ലാം കഴിഞ്ഞു കാണും. അതിനുശേഷം ഈ കാരണം അതിൻ്റെ റിസൾട്ട് വരല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അടുത്ത കാലത്ത് കുറച്ച് മുമ്പ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പം അതിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കത് അതിനുള്ള എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ചീപ്പ് വില കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ തന്നെ അപ്പോൾ അതിൻ്റെ PH നോക്കിയിട്ട് അതിൻ്റെ വേരിയേഷൻ നമ്മൾ തന്ന റെക്കമെൻഡേഷൻ തന്നെ വേണോ വേണ്ടേ എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനും കൂടി പറ്റണേ. അതായത് ഇപ്പം PH വാല്യൂ കുറവാണോ കൂടുതലാണോ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള ടെക്നിക്കലി അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചുങ്കത്തറ അവിടെ ഉള്ള ഒരു ലാബ് അഗ്രോ ലാബിൽ നിന്നാണ് ഞാൻ ഈ വാഴക്കന്ന് വാങ്ങിയിട്ടുള്ളത്. ചുങ്കത്തറ എന്നുള്ള. അപ്പോൾ അവിടെ നിന്നുള്ള മിസ്റ്റർ അരുൺ എന്ന് പറയുന്നത്, അരുണായിട്ട് പേഴ്സണലായിട്ട് ഞാൻ അത് വാങ്ങി കോൺടാക്ട് ആയിട്ടുണ്ട്. അപ്പം പുള്ളി എനിക്ക് സഹായിച്ചിട്ടുണ്ട്.
പുള്ളി അതിൻ്റെ ചാർട്ട് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഞാനിതിനെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും അതേമാതിരി ഞാൻ യൂട്യൂബ് നോക്കലുണ്ട്, പിന്നെ അറിയുന്നവരോട് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് പിന്നെ എൻ്റെ അനിയന് അതിൽ ഡീപ്പായിട്ട് അവർ എന്താണ് അതിൻ്റെ സഹായിക്കുന്ന ആളാണ്. ഓരോ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളത്. ചേട്ടാ, അപ്പോൾ നിങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ ഇത് കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും എന്താണ് നല്ല അനുഭവമാണോ അതോ ഒരു മോശം അനുഭവമാണോ നമ്മളെ കൃഷിഭവൻ? ഞാൻ ആദ്യം കൃഷിഭവനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുറഞ്ഞ മിനിമം സമയത്തിൽ ചെയ്യുന്നതുകൊണ്ട് കൃഷിഭവനാകുമ്പം ഒരു നിശ്ചിത ദിവസത്തിൽ അപ്ലൈ ചെയ്യുക, പിന്നെ അതിനുള്ള നമ്മളതിന് കാൽക്ക് നിൽക്കാൻ ആദ്യം എന്താ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ 2 മാസം മുമ്പാണ് ഞാൻ കൃഷിഭവനായിട്ട് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, എനിക്കതിനുള്ള പിന്നെ ഞാൻ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പോസിറ്റീവായിട്ടാണ്. ഓക്കെ. ഗ്രാനൈൽ വാഴ കുലച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഗ്രാനൈൽ ചെയ്യേണ്ട കാര്യങ്ങൾ? കുലച്ച് കഴിഞ്ഞാൽ ആദ്യം കൊലൻ്റെ കൂമ്പ് ഒടിക്കണം. കൂമ്പ് ഒടിക്കുന്ന സമയത്ത് കൂമ്പിനോട് ചേർന്നുള്ള ഏറ്റവും ബോട്ടം ലെവലുള്ള 2 പടല അത് പറിച്ച് ഒഴിവാക്കും. കായ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. അത് ഒഴിവാക്കുക വെച്ചാൽ പിന്നെ ഒന്ന് വാഴക്കൊലക്ക് ഒരു വൃത്തി ഉണ്ടാവും. മാത്രമല്ല ഇപ്പം നമ്മൾ 2 പടല ഒഴിവാക്കി കഴിഞ്ഞാൽ 12 പടലുള്ള കൊലയാണെങ്കിൽ 2 പടല ഒഴിവാക്കി കഴിഞ്ഞാൽ 10 പടലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 12 പടലയിൽ ഉണ്ടാവുന്ന വെയിറ്റിനേക്കാൾ കൂടുതൽ ഈ 10 പടലയിൽ ഉണ്ടാവും ചെയ്യും. സാധനം ഒരു വൃത്തിയാവും ചെയ്യും. പിന്നെ എന്താ പറയുക, ഇത് എല്ലാത്തിനും ഒരു മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ ഇതിനതിന് ഒരു ഷേപ്പ് കാര്യങ്ങളെല്ലാം കിട്ടൂല്ലേ? അതായത് നമ്മളെ സാധാരണ വാഴക്കൊല അടിപ്പടല വരുമ്പോൾ ചെറുതായിരിക്കും. അപ്പൊ ഇത് മുകളിൽ നിന്ന് താഴെ ഏകദേശം സെയിം കിട്ടൂല്ലേ? എല്ലാം ഒരു ആവറേജിൽ സൈസിൽ ഉണ്ടാവും. അത് മാർക്കറ്റ് പോകുമ്പോൾ താഴെയുള്ളത് ഒഴിവാക്കുന്ന വിഷയങ്ങളൊന്നും ഇതിൽ വരാൻ ഉള്ളൊരു സാധ്യതയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിങ്ങും കൂടെ നമ്മൾ ഇല്ലേ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു വാഴ കൃഷി ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ നല്ല ലാഭത്തിൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കൃഷി ലാഭത്തിൽ തന്നെ തുടക്കത്തിൽ ചെയ്യുന്ന ഈ ഒരു ടെക്നിക്ക് എന്താണ്? ലാഭം എന്ന് വെച്ചാൽ ഈ ആദ്യം ഞാനിപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലത്ത് ആദ്യം വത്തക്കതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വത്തക്കയും വാഴയും കൂടി ഒരുമിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതായത് ഈ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ട സമയത്ത് അതിൻ്റെ കൂട്ടത്ത് അതെ 2 ലൈനായിട്ട് ഇതിന് ഡ്രിപ്പിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ വത്തക്ക കൊടുത്ത ലൈനിൽ നേരെ ഡ്രിപ്പാണ്. അത് 8 ലിറ്റർ പെർ അവർ ആകുന്ന ഡ്രിപ്പ് ഡിസ്ചാർജ് ഉള്ള, അതായത് ഡെലിവറി ഉള്ള. അതിന് പൈപ്പല്ല, നേരെ ഡയറക്റ്റ് ഡ്രിപ്പിംഗ് ആണ്. അത് റിജിഡ് പൈപ്പ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളത്. അതൊരു 7 കൊല്ലം 8 കൊല്ലം വരെയൊക്കെ ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്ത ആള്. അപ്പം ഞാൻ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അടുത്ത വാഴൻ്റെ ലൈനിൽ ഞാനതിന് 6 mm മൈക്രോ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് വേറെ അതിന് സെപ്പറേറ്റ് ആണ് അത് നനക്കാനുള്ള കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വത്തക്ക വാഴയും ഒരുമിച്ച് വെച്ചിട്ട് വത്തക്കൻ്റെ സമയമായപ്പോൾ ഞാനത് വത്തക്ക കൃഷി എടുത്ത് പിന്നെ ഞാനിതൊരു വത്തക്ക ഞാൻ ഇപ്പം ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 12 ടണ്ണ് വത്തക്ക അത് വിറ്റിട്ടുണ്ട്. ടീം വന്നാണ്ട് ഇവിടുന്ന് വണ്ടി എടുത്തു പോയി കാണാം. നമുക്ക് വേറെ റിസ്കുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൂടെ? ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതെ. ഞാനിപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കുറേ തെങ്ങും പനയും മുളയും ഒന്നായിട്ട് കിടന്നിട്ട് ഉപയോഗശൂന്യം എന്ന് പറയുന്ന കോലത്തിൽ കുറേ നമ്പർ ഓഫ് തെങ്ങ് വളരെ കൂടുതലായിരുന്നു. ഏകദേശം 50-ൽ കൂടുതൽ തെങ്ങുണ്ടായിരുന്നു. അതിൽ 24 തെങ്ങ് മാത്രം നിർത്തി ബാക്കി മൊത്തം ഞാൻ ഒഴിവാക്കി. ഒരു 11ഓളം പന ഉണ്ടായിരുന്നു, മുളങ്കൂട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് പാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി JCB 2 ദിവസം ഫുള്ളായിട്ട് JCB ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ JCB വർക്ക് ചെയ്തത് എനിക്ക് ആ വത്തക്കയിൽ നിന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് ഇത് പിന്നെ എല്ലാവരിലല്ല ഓരോ എന്താണ് കോസ്റ്റ് അടുത്ത ഒരു കൃഷിയിൽ അത് റിക്കവർ ആകുന്നില്ല. എന്നാലും മാക്സിമം എനിക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്കത് എന്താ പറയുക ബാലൻസിൽ കീപ്പ് ചെയ്യാൻ അതായത് വലിയൊരു ഭാരമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഈ പുതിയ ഈ ഇങ്ങനെയുള്ള കൃഷി രീതികളല്ലേ പുതിയ കൃഷി രീതി. അതായത് നമ്മൾ ഇപ്പോൾ ഈ കൃഷി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വേണമല്ലോ. ഓരോ സ്റ്റെപ്പ് എന്ന സമയത്ത് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇതിലില്ല. അപ്പോൾ ഞാൻ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കള എന്ന് പറയുന്നത് എന്താണ് വളരെ അതൊരു വിഷയം അതില്ലത്. പിന്നെ മണ്ണൊലിപ്പ് അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല. പിന്നെ വളം ഇട്ട് കഴിഞ്ഞാൽ വളം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റേത് ഓപ്പൺ ആയിട്ട് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴൻ്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകും അത്. അപ്പം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാകുന്നുണ്ട്, ഒരുപാട് ചിലവുകൾ ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എന്താണ് മൾച്ചിങ് ഷീറ്റ് വളരെ നല്ലത് തന്നെയാണ്. വളരെ നല്ലത് തന്നെയാണ്. ചേട്ടാ, ഇതാണ് അപ്പോൾ നിങ്ങളുടെ ഡ്രിപ്പിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാനിതിൽ നോക്കിയപ്പോൾ 2 വാൽവ് കാണുന്നുണ്ട്. ഇത് യെല്ലോ ആണ്, ഇത് വന്നിട്ട് ബ്ലൂ ആണ്. എന്താണ് ഇതിൻ്റെ ഒരു?
ഇത് ഒന്ന് വാഴ കവുങ്ങ് എന്നുള്ള ലൈനിൽ കൊടുക്കുന്ന മൈക്രോ ട്യൂബ് കണക്ട് ചെയ്താണ് നമ്മൾ യെല്ലോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മൾച്ച് ഷീറ്റ് വരുമ്പം പിന്നെ കുറേ അങ്ങ് നടന്നു നോക്കുമ്പോൾ അത് ഏതാണ് വാൽവ് എന്നുള്ളത് നമ്മൾ തപ്പി നോക്കേണ്ട ഒരു വിഷയം വരും. അപ്പോൾ അതിനാണ് ഞാൻ ഒന്നിന് യെല്ലോ കളറും മറ്റേ ഇതിനിപ്പം പറഞ്ഞാൽ ഈ ബ്ലൂ കളർ കൊടുത്തത് ഇതിനിടക്ക് വരുന്നത് വല്ല പച്ചക്കറി വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഏരിയ ഒന്ന് വാഴ നടക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കൂടുതൽ കുറച്ച് ചുറ്റോടിറ്റും വേണം ഒന്നുകൂടി ഏരിയയിൽ ഒന്നുകൂടി വെള്ളം നനവ് വരണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഇതും കൂടി കൊടുത്തത്. പ്ലസ് ഇതിന് പച്ചക്കറി വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അതും ആ ഏരിയയിലും വെള്ളത്തിനും ആ ഏരിയയിൽ കൃഷി നടത്തി കഴിഞ്ഞാൽ വെള്ളം അവിടെ ഓട്ടോമാറ്റിക് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 കളർ ഞാൻ ഇതോടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം പച്ചക്കറിക്ക് വളം ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയി കണ്ട് യെല്ലോ വാൽവ് ക്ലോസ് ചെയ്ത് അങ്ങനെ പോകും. അത് ഒരേ കളറാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് എന്താണ് ഇപ്പം ക്ലോസ് ചെയ്യേണ്ടത് പിന്നെ ഓപ്പൺ ആക്കുകയും ചെയ്യും, ഓപ്പൺ ആക്കേണ്ടത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ആവശ്യം നടക്കില്ല. അങ്ങനെ ഒരുപാട് ലോസുകൾ അതുകൊണ്ട് ഉണ്ടാവില്ല. ചേട്ടാ, മൾച്ചിങ് ഷീറ്റ് അതിനോടൊപ്പം ഡ്രിപ്പ് സിസ്റ്റം ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ വാഴ കൃഷി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു മെയിനായിട്ടുള്ള നേട്ടം എന്തായിരുന്നു? ഒന്നാമത് എനിക്ക് കളൻ്റെ വിഷയം തീരെ ഉണ്ടായിട്ടില്ല. അതെല്ലാം അതൊരു വലിയൊരു ലാഭമാണത്. പിന്നെ ഇതിൽ വത്തക്കയാണ് ഞാൻ ഉണ്ടാക്കിയത്. വത്തക്ക പറിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഇതെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഒരു ജൈവവളമായിട്ട് എനിക്ക് ഈ വാഴയ്ക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് ഒരു നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ മണ്ണൊലിപ്പിൻ്റെ വിഷയം വന്നിട്ടില്ല. കാരണം അതൊക്കെ നല്ല ചെരിഞ്ഞ ഭൂമിയാണ്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മണ്ണ് സൈഡിൽ നിന്നൊക്കെ ഇടിഞ്ഞു പോകും. ആ ഇടിഞ്ഞു പോകുന്ന വിഷയം ഇവിടെ തീരെ ഉണ്ടായിട്ടില്ല. മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷം പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഇത് വളം ഉപയോഗിക്കുന്ന മുഴുവൻ ഫോളിയാർ ഡ്രിപ്പ് വഴിയാണ് വളമെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിന് സ്റ്റാർട്ടിങ് മുതൽ അത് പറിക്കുന്ന സമയത്ത് മാത്രമാണ് ലേബറെ വെക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കി പിന്നെ ഇതിന് നനക്കാനുള്ളത് ഓട്ടോമേഷൻ സിസ്റ്റം അത് ഓരോ ടൈമർ ഞാൻ സെറ്റ് ചെയ്തേക്കാണ്. നിശ്ചിത ഇന്ന ദിവസം ഇത്ര മണിക്ക് ഓരോ ശാസ്ത്രീയമായിട്ട് ഓരോ ചെടിക്ക് ഇത്ര ലിറ്റർ വെള്ളം വേണമെന്നുള്ള കണക്കുണ്ട്. അത് പറയാൻ നമ്പർ ഓഫ് ഇതിനെ പോയിന്റും നമ്മൾക്ക് അറിയാം, എത്ര ചെടിയാന്നുള്ളത് അറിയാം. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര സമയം മോട്ടോർ ഓടിക്കണം എന്നുള്ളത് അത് വെച്ചിക്കാണ്ടുള്ള അത് ടൈം സെറ്റ് ചെയ്തേക്കാണ് ഓരോ ദിവസവും. അത് രാവിലെ വേണം വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ അവൻ ഓരോ ആഴ്ചയിലും ഈ വത്തക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. അത് പ്രൊഡക്ഷൻ്റെ സമയത്ത് കുറച്ച് കുറവായിരിക്കും. അത് പൂവ് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, കറണ്ട് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ മാത്രം ആൾ മതി. അപ്പോൾ അതിന് എന്താണ് ഒരു പാത്രത്തിൽ ഒരു ഐഡലായിട്ടൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്നിട്ടുണ്ടോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അന്ന് കറണ്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, അതായത് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരാളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സമയത്ത് നമ്മൾ എന്താണ് ഈ ഒഴിവുള്ള സമയത്ത് ഒന്ന് വന്നിട്ട് ഒരു ഓവറോൾ ഒരു നിരീക്ഷണം നടത്തി പോയാൽ മതി. പ്രത്യേകിച്ച് ഒരു ചിലവ് അതിന്മേൽ ഡെയിലി എന്നുള്ള നിലക്ക് ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണിയല്ല പണി ആരും ചെയ്തോളൂ. ഒരാളെ 2 ആളെ സ്ഥിരമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് സമമാണ് ഈ മൾച്ചി ഷീറ്റ് ഉപയോഗിക്കുന്നത്. മൾച്ചി ഷീറ്റ് പ്ലസ് ഡ്രിപ്പ് സിസ്റ്റം. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാൽ ലാഭം തന്നെയാണ്. അത് നമ്മൾ പാരമ്പര്യമായി ചെയ്യുന്ന ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുകൾ ഒരുപാട് കുറവാണ് ഇതിന്. അപ്പോൾ ചേട്ടാ, നിങ്ങൾ ഈ ഡ്രിപ്പ് സിസ്റ്റത്തിൽ ഓട്ടോമേഷൻ വെച്ചിട്ടുണ്ടല്ലോ, ടൈമർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഒക്കെ ഒന്ന് കണ്ടുകൂടെ? അതെ കാണാം. ഞങ്ങളിവിടെ ചെയ്തെന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരു പ്രഷർ അതുപോലെ ഏരിയ ഇതായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് ഇതേമാതിരി വെഞ്ചുറി എന്ന് പറഞ്ഞ സാധനം വെച്ചിരുന്നു. ഇപ്പോൾ വെഞ്ചുറി വെക്കുന്ന സമയത്ത് നമ്മൾ വൺ ടൈം എത്ര ഏരിയയിലാണോ നമുക്ക് നനക്കുന്നത് അത്രയും ഏരിയ ആ വെഞ്ചുർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സമയത്ത് നനക്കാൻ പറ്റുന്നില്ല, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നമ്മളതായിട്ടുള്ളൊരു സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ആലോചിച്ച് അങ്ങനെ എൻ്റെ അനിയൻ അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വേറെ അനിയനുണ്ട്, മുസ്തഫ നേരെ അബ്ദുൽ കലാം. അപ്പോൾ ഇവരും ഒക്കെ അതിനെ തിങ്ക് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കാണ്ട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ഇവിടെ ഇത്. അപ്പോൾ കൃഷി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ടെക്നിക്കലി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ ചേട്ടൻ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടാ, ഈ വാഴക്കന്നിൻ്റെ കാര്യം, അപ്പോൾ ചേട്ടാ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കാൻ തോന്നി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക, വിഷയമില്ല. പക്ഷേ കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ ഞാൻ എടുത്തോളുന്നില്ല. പക്ഷേ എനിക്കതിന് ഞാൻ അന്ന് അത്ര ഫ്രീ ഉള്ള ഒരാളല്ല. ഫ്രീ അല്ല. അപ്പം വാട്സപ്പ് എനിക്ക് മെസ്സേജ് തന്നാൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ വരാനേ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ സാഹചര്യം അങ്ങനെയാണത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഞാനത് വീണ്ടും പറഞ്ഞ് സമയം കളയില്ല. അപ്പോൾ ചേട്ടാ, താങ്ക്സ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.